ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1637. ഇന്ന് ജൂൺ മാസം 24-ാം തീയതി 176-ാമത്തെ ദിവസത്തിലെത്തി. യേശുവിനെ കണ്ടെത്തിയ, യേശുവിന്റെ പിന്നാലെ പോയ അന്ത്രയോസ് യേശുവിനോടൊപ്പം ഒരു ദിവസം വസിക്കുന്നു. കണ്ട്, കേട്ട്, അനുഭവിച്ച് ബോധ്യപ്പെടുന്നു. പിന്നീട് മറ്റൊരു ദിവസം അന്ത്രയോസ് തന്റെ സഹോദരനായ പത്രോസിനോടും മറ്റു ചില സ്നേഹിതന്മാരോടും കൂടെ ഇങ്ങനെ ഗലീല തടാകത്തിന്റെ തീരത്ത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രിസ്തുയേശു അവരെ അന്വേഷിച്ച് അവിടെ എത്തുന്നത്. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതുണ്ട്. അവരോട് ആ ചെറു സംഘത്തോട് പറയുകയാണ്, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അതൊരു ക്ഷണമായിരുന്നു. സന്തോഷത്തോടുകൂടി ആ ചെറുസംഘം ആ ക്ഷണം സ്വീകരിക്കാനായിട്ട് അന്ത്രയോസാണ് മുഖാന്തരമായത്. അവർ തങ്ങളുടെ തൊഴിലും ഉപകരണങ്ങളും വിട്ട് യേശുവിനെ അനുഗമിക്കുകയാണ്. അന്ത്രയോസ് തന്റെ സാധാരണ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി കർത്താവിന്റെ വിളി തൽക്ഷണം കേട്ട് അനുസരിക്കാനായിട്ട് സന്നദ്ധനാവുന്നു. അതിന് കാരണങ്ങളുണ്ട്. അവൻ അതിന് മുമ്പ് തന്നെ ഒരുക്കപ്പെട്ടിരുന്നു. ഭക്തിയുള്ളൊരു കുടുംബത്തിലെ ജീവിതം, പിന്നെ യഹൂദിയ മരുഭൂമിയിലെ ഉണർവ് പ്രസംഗങ്ങള്, അതേ തുടർന്നുള്ള സ്നാപക യോഹന്നാന്റെ ശിഷ്യത്വം, അതിൽ നിന്ന് യോഹന്നാൻ സ്നാപകൻ കാട്ടിക്കൊടുത്ത യേശുവിനെ കണ്ടുമുട്ടി പരിചയപ്പെട്ടു, അറിവും അനുഭവവും ഒക്കെ ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് പ്രസ്തുത വിളിക്കായി അന്ത്രയോസിനെ സ്വയം ഒരുക്കിയത്. കർത്താവായ യേശു നമ്മെ ഓരോരുത്തരെയും ഇങ്ങനെ നമ്മുടെ തന്നെ സാധാരണ സാഹചര്യങ്ങളിൽ കൂടി വിളിച്ച് വേർതിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ആ വിളി കേൾക്കുവാനോ അനുസരിക്കുവാനോ സ്വയം ഇങ്ങനെയൊന്ന് ഒരുക്കുവാനോ പരമാർത്ഥതയോടുകൂടി നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നില്ല. നമ്മൾ അതുകൊണ്ട് ഇതൊക്കെ അറിയാതെ പോവുകയാണ്. അങ്ങനെ യേശുവിന്റെ ശിഷ്യസംഘത്തിലെ ആ പ്രഥമനായ അന്ത്രയോസ് പിന്നീട് ശിഷ്യന്മാർക്കിടയിൽ ഒരു 1-ാം സ്ഥാനമോ പ്രത്യേകിച്ച് എന്തെങ്കിലും സ്ഥാനമോ ലഭിച്ചതായിട്ട് കാണുന്നില്ല. കർത്താവ് ചില സന്ദർഭങ്ങളിലൊക്കെ കൂടെ കൂട്ടിയ ഏറ്റവും ക്ലോസായ കമ്മ്യൂണിറ്റിക്കകത്തും ആ മൂവരുടെ കൂട്ടത്തിനകത്തും അന്ത്രയോസ് ഇല്ല. ഒരു പരിഭവമില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ അന്ത്രയോസാണ് തന്റെ അനുജനായ സഹോദരനായ പത്രോസിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുചെന്നത് പോലും. പിന്നീട് ആ പത്രോസ് നേതാവാകുന്നുണ്ട്. മാത്രമല്ല, അന്ത്രയോസിനെ പരിചയപ്പെടുത്തുന്ന എങ്ങനെയാണ്? ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് എന്ന് പറഞ്ഞ അനുജന്റെ സഹോദരൻ, ചേട്ടനാണെന്ന് പറഞ്ഞ പരിചയപ്പെടുത്തുന്നേ. ഒരു നല്ല മാതൃക ഇതിനകത്ത് മറഞ്ഞുകിടപ്പുണ്ട്. ക്രിസ്തുവിന്റെ സഭയിൽ പോലും മുൻഗണനകൾക്ക് വേണ്ടി, ഇങ്ങനെ പ്രയോറിറ്റിക്ക് വേണ്ടി, അല്ലെ സീനിയോറിറ്റിക്ക് വേണ്ടി അവകാശവാദങ്ങൾ പുറപ്പെടുവിക്കുന്നവരിടയിൽ എന്തുമാത്രം സർവ്വസാധാരണ ശിഷ്യനായി അന്ത്രയോസ് നല്ലൊരു മാതൃക കാണിക്കുന്നുണ്ട്. കണ്ണു തുറന്ന് കാണാനായിട്ട് ഇക്കാലത്തെ യേശുവിന്റെ ശിഷ്യരായ ഭക്തരായ നമുക്ക് സാധിക്കേണ്ടതാണ്. ആമേൻ.